റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചാണ്ട് 2.5 വർഷത്തോളമായി. 1991 ഉക്രൈൻ രൂപീകരിച്ചതിന് ശേഷം ഇതാദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ സന്ദർശനത്തിന് നൽകുന്നു. അപ്പോൾ സെലൻസ്കി വലിയ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള മാധ്യമങ്ങളും കരുതുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലോടെ ഈ യുദ്ധത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്നാണ്. സെലൻസിയും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ? ഇല്ല, കാരണം സെലൻസ്കിയുടെ ഡിമാൻഡ് വളരെ വലുതാണ്. മോദി ഞങ്ങൾ സമാധാനത്തിൻ്റെ പക്ഷത്താണ് എന്ന് പറയും. യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പക്ഷം പിടിച്ചിരുന്നു, പക്ഷേ അത് സമാധാനത്തിൻ്റെ പക്ഷമാണ്. ഇതാണ് മോദി അവിടെ പറഞ്ഞത്. സെലൻസ്കി പറഞ്ഞു, നിങ്ങൾ വലിയൊരു രാജ്യമാണ്, നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് റഷ്യയുടെ പുറത്ത്, ആ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് റഷ്യയെ നിലയ്ക്ക് നിർത്തണം. ഷോ പുട്ടിൻ ഹിസ് പ്ലേസ്, അവനെ അവൻ്റെ നിലയ്ക്ക് നിർത്തണം. അവനാണ് യുദ്ധം. ദിസ് വാർ ഈസ് വൺ മാൻസ് വാർ, ദാറ്റ് ഈസ് പുട്ടിൻ. പുട്ടിൻ ഒറ്റ ഒരുത്തനാണ് ഈ യുദ്ധത്തിന് കാരണം. അയാളെ നിലയ്ക്ക് നിർത്തണം. അയാളെ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. നിങ്ങൾ വലിയൊരു രാജ്യമാണ്, നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, അത് ചെയ്യണം. ആ ആവശ്യത്തോട് മോദി പ്രതികരിച്ചുമില്ല. നമ്പർ 2, പുട്ടിൻ്റെ ആവശ്യം, ഈ സ്വിറ്റ്സർലൻഡിൽ ഇവർ ഒരു സന്ധി ഒപ്പിട്ടിരുന്നു, ബന്ധപ്പെട്ട രാജ്യങ്ങളെല്ലാം. ബട്ട് അതിൽ റഷ്യയെ മാത്രം വിളിച്ചില്ല. റഷ്യ പോയുമില്ല. വിളിക്കാത്തതാണോ പോകാത്തതാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇനി റഷ്യ ഇല്ല ആ ചർച്ചയിൽ. അപ്പോൾ ആ സമാധാന കരാറിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ത്യ തയ്യാറായില്ല. കാരണം ഇന്ത്യ പറഞ്ഞു, റഷ്യ ഇല്ലാതെ എന്ത് ചർച്ച ഉക്രൈനും റഷ്യയും തമ്മിലായിരിക്കണ്ടേ, മറ്റുള്ളവർക്ക് അതിനെ സഹായിക്കാം. അതിൽ ഒരാളില്ലാതെ നിങ്ങൾ മറ്റേ മാത്രം വിളിച്ചിട്ട് നിങ്ങളൊരു വലിയ കരാറുണ്ടാക്കി നിങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇതായിരുന്നു അന്നും ഇന്നും ഭാരതത്തിൻ്റെ പൊസിഷൻ. അപ്പോൾ ഇതെല്ലാം സെലൻസ്കിയുടെ ആവശ്യങ്ങളെ തള്ളിക്കളയുന്ന ഏർപ്പാടാണ്. അതേസമയം സെലൻസ്കിയെ ചെന്ന് കണ്ടു എന്നുള്ളത് അങ്ങേർക്കൊരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. ഞാൻ പുട്ടിനെ പോലെ അദ്ദേഹം എന്നെയും വന്ന് കെട്ടിപ്പിടിച്ചു. പുട്ടിനെ അന്ന് കെട്ടിപ്പിടിച്ചപ്പോഴാണ് സെലൻസ്കി പൊട്ടിത്തെറിച്ചത്. ഈ പരമദുഷ്ടനെയാണ് പോയി കെട്ടിപ്പിടിക്കുന്നതെന്നൊക്കെ ചോദിച്ച്. അതേ ആൾ സെലൻസ്കിയെയും അതുപോലെ തന്നെ ആലിംഗനം ചെയ്തു. അതുമാത്രമാണ് സെലൻസ്കിക്ക് ഒരു സപ്പോർട്ട് എന്ന് പറയാൻ, ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഞങ്ങൾക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല കേട്ടോ എന്ന് അറിയിക്കുന്ന ഒരു ആക്ഷൻ. ഇതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. മോദിയുടെ ഉക്രൈൻ വിസിറ്റ് വാസ്തവത്തിൽ റഷ്യയ്ക്കൊരു ചെറിയ താക്കീതാണ്, ചൈനയ്ക്കും ഒരു താക്കീതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഉക്രൈൻ കോൺഫ്ലിക്റ്റിൽ റഷ്യയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയാണ് തുടക്കം മുതൽ. എല്ലാ കാര്യത്തിലും നമുക്ക് റഷ്യയുടെ ATM വർക്ക് ചെയ്യാതെയായി. കാരണം മൊത്തം യൂറോപ്പുമായിട്ടാണ് ഉടക്കുന്നത്. അവർക്കുള്ള ഗ്യാസ് കട്ട് ചെയ്യുക, ഇതൊക്കെയാണ് പുടിൻ ചെയ്തത്. അവരുടെ തിരിച്ചടി അതിഭീകരമായിരുന്നു. അവർ ഇൻ്റർനെറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തു. റഷ്യയുടെ സംവിധാനം മൊത്തം തകരാറിലായി. ATM മെഷീൻസ് വർക്ക് ചെയ്യാതെയായി. ചൈനയാണ് അവരുടെ സഹായത്തിനെത്തിയത്. കാരണം ചൈനയ്ക്ക് സ്വന്തമായി ഇൻ്റർനെറ്റുമുണ്ട്. ആ ഇൻ്റർനെറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് റഷ്യയെ സഹായിക്കുകയായിരുന്നു ക്രൈസിസിൽ. പിന്നെ സഹായിച്ചത് നമ്മളാണ്. നമ്മുടെ കൊമേഴ്ഷ്യൽ കണക്ഷൻസ് എല്ലാം നമ്മൾ നിലനിർത്തി. റഷ്യയുടെ എണ്ണ നമ്മൾ വാങ്ങി, നമ്മൾ ആ എണ്ണ റിഫൈൻ ചെയ്തു, എന്നിട്ട് അമേരിക്കൻ കമ്പനികൾക്ക് വിറ്റു. അമേരിക്കൻ കമ്പനികൾക്ക് വിറ്റ് കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് പിടിച്ചില്ല. കാരണം റഷ്യയിൽ നിന്ന് ആരും എണ്ണ വാങ്ങരുതെന്നാണ് അമേരിക്കയുടെ എംബാർഗോ. പക്ഷേ അമേരിക്കൻ കമ്പനികൾ പറഞ്ഞു, ഞങ്ങൾ വാങ്ങുന്നത് ഇന്ത്യയിൽ നിന്നാണ്, റഷ്യയിൽ നിന്നല്ല. അതിൻ്റെ ക്രൂഡ് റഷ്യയിൽ നിന്ന് അവർ വാങ്ങിച്ച് കാണും, സൗദിയിൽ നിന്ന് വാങ്ങിച്ച് കാണും, ഖത്തറിൽ നിന്ന് വാങ്ങിച്ച് കാണും, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ കാശ് കൊടുക്കുന്നത് ഇന്ത്യക്കാണ്, ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നു. ഇതവസാനം വന്ന് പുറംകടലിൽ വെച്ച് തന്നെ നമ്മൾ കൈമാറാൻ തുടങ്ങി. ഇവിടെ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്യാൻ നിന്നില്ല. ക്രൂഡ് ഓയിൽ തന്നെ പുറംകടലിൽ
വെച്ച് കൈമാറാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യക്ക് ലാഭം കിട്ടി. ഇന്ത്യക്ക് നല്ല ലാഭം കിട്ടി. ബട്ട് അതനുസരിച്ച് അമേരിക്കയ്ക്ക് നമ്മളോടുള്ള ദേഷ്യം കൂടി വരികയും ചെയ്തു. പക്ഷേ അമേരിക്ക നമ്മളെ ഡയറക്റ്റ് അങ്ങനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പൊസിഷനിലല്ല. നമ്മളെ അങ്ങനെ വെറുപ്പിക്കാനും അവർക്ക് സാധ്യമല്ല. കാരണം അവരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും യൂറോപ്പിൻ്റെ ഈ ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അത് ബേസ് ഇന്ത്യ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മളുടെ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ യൂറോപ്യനാണ്, ഗൂഗിൾ ബേസ്ഡാണ്. ഇത് നമ്മൾ വേണ്ടാന്ന് വെച്ചു നോക്കുക. വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ തൽക്കാലം ചൈനയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് അവരുടെ ഇൻ്റർനെറ്റിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ചെയ്താൽ അമേരിക്കയ്ക്ക് വലിയ ദോഷമാകും. നമുക്കും അത് വലിയ ദോഷമാണ് കേട്ടോ. നമ്മളുടെ എല്ലാ രഹസ്യങ്ങളും അല്ലെങ്കിൽ തന്നെ ചൈനയുടെയിലുണ്ട്. ഇതുകൂടെ ആയിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആകും. ചൈനയുടെ ആപ്ലിക്കേഷൻസ് ഓരോന്നോരോന്നായിട്ട് ടിക്ടോക്ക് അടക്കം നമ്മൾ 450 ആപ്ലിക്കേഷൻ എടുത്ത് കളഞ്ഞു ചൈനയുടെ. പ്ലസ് ഇപ്പോൾ വീണ്ടും ഒരു 100-300 എടുത്ത് കളയാൻ പോകുന്നു. കാരണം ഈ തട്ടിപ്പുകളിൽ നമ്പർ 1 നിൽക്കുന്നത് ചൈനീസ് ആപ്ലിക്കേഷൻസാണ്. ഇപ്പോൾ ചൈന വലിയൊരു ഡേഞ്ചറും കൂടെയാണ്. ഈ ഒരു അവസ്ഥ നിൽക്കുന്നതുകൊണ്ട് വല്ലാതെ ഇന്ത്യയെ പിണക്കാൻ അമേരിക്ക തയ്യാറാവുന്നില്ല. അതേസമയം അമേരിക്കയെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കലാപങ്ങളുണ്ടാക്കാം, പ്രശ്നങ്ങളുണ്ടാക്കാം, ഇവിടെ സമരങ്ങളുണ്ടാക്കാം. ഇതൊക്കെ സംഘടിപ്പിക്കാനുള്ള ഈ ഡീപ്പ് സ്റ്റേറ്റ് സംവിധാനം അമേരിക്കയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡെലിക്കേറ്റ് ബാലൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഞാണിന്മേൽ കളി അഭ്യാസമാണ് മോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നരേന്ദ്രമോദി ഇതുവരെ പുള്ളി അത് സക്സസ്ഫുള്ളായിട്ട് ചെയ്തു. നരേന്ദ്രമോദി അവിടെ ചെന്നപ്പോൾ പറഞ്ഞതേ മനുഷ്യസഹജമായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ. എന്നിട്ട് അദ്ദേഹം ഈ കുട്ടികളൊക്കെ യുക്രൈനിൽ മരിച്ച അവിടെ ചെന്ന് സന്ദർശനം നടത്തുകയും അവിടെ അദ്ദേഹം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഗാന്ധിയൻ ആദർശങ്ങളാണ് തുടരുന്നതെന്നുള്ളൊരു സന്ദേശം നൽകുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നൊരു നിർദ്ദേശം സെലൻസ്കിക്ക് മുന്നിൽ ഈ മോദി വെക്കുകയല്ലേ ചെയ്തത്? അല്ല, ഇതൊന്നും സെലൻസ്കിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, അയാൾക്കും ഇതൊക്കെ അറിയാമല്ലോ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സോവറനിറ്റി, അഖണ്ഡത, അവരുടെ സ്ഥലം റഷ്യ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി അത് തിരിച്ചു കിട്ടുക, ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അല്ലാതെ വെറുതെ നമ്മൾ മഹാത്മാഗാന്ധിയാണ് ബുദ്ധനാണെന്ന് പറഞ്ഞാലൊന്നും പ്രശ്നം തീരുകയില്ല. അതൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാം എന്നേ ഉള്ളൂ. അതൊക്കെ എല്ലാവരും പ്രസംഗിക്കുന്നതാണ്. പണ്ട് അമേരിക്കൻ പ്രസിഡൻറ്റ് ബിൽ ക്ലിൻ്റനാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, മഹാത്മാഗാന്ധിയോട് എനിക്ക് വലിയ ബഹുമാനമാണ്, മാർട്ടിൻ ലൂതർ കിങ്ങിനോടും എനിക്ക് വലിയ ബഹുമാനമാണ്. പക്ഷേ ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സുപ്രീം കമാൻഡറാണ്. അതെൻ്റെ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. അത് മഹാത്മാഗാന്ധി ഇരിക്കുന്നു, മാർട്ടിൻ ലൂതർ കിങ് ഇരിക്കുന്നു, ബുദ്ധൻ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലൊന്നും ഡ്യൂട്ടി വീഴ്ച വരുത്താൻ പാടില്ല. 2 രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ ബുദ്ധനോ മഹാത്മാഗാന്ധിയോ ഒന്നും ഒരു പങ്കും വഹിക്കുന്നില്ല. അവരുടെ ഏരിയ അല്ല. അപ്പോൾ ആധ്യാത്മിക നേതാക്കളാണ്. അവർ ഇൻഡിവിജ്വലായിട്ടുള്ള മോക്ഷത്തിന് വേണ്ടിയിട്ടും ഇതിനൊക്കെ വേണ്ടിയിട്ട് സംസാരിച്ച് കാണും. ആ പ്രിൻസിപ്പിൾസൊന്നും യുദ്ധസമയത്ത് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഈ റഷ്യ ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കും. കാരണം റഷ്യയിലേക്ക് നരേന്ദ്രമോദി ചെല്ലുന്നു. അന്ന് പറഞ്ഞിരുന്നത് അവിടെ നിന്നൊരു സന്ദേശവുമായിട്ടായിരിക്കും ഉക്രൈനിലേക്ക് നരേന്ദ്രമോദി പറയുക. ഇവിടെ 10 മണിക്കൂറോളം പോളണ്ടിൽ നിന്ന് ട്രെയിനിൽ സഞ്ചരിച്ചാണ് നരേന്ദ്രമോദി അവിടെ എത്തിയത്. അതിനുശേഷം സെലൻസ്കി തൻ്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നു, അങ്ങനെ ആശ്ലേഷം ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടുണ്ടാവുമോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ക്ലോസ് ഡോർ ഡിസ്കഷനായിരുന്നു. മോദിയും സെലൻസ്കിയും തമ്മിൽ ക്ലോസ് ഡോർ മീറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും അറിയില്ല. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് ഈ തുറന്ന് സംസാരം വരുന്നത്. ഡോറ് ക്ലോസ് ചെയ്ത് 2 പേരും മാത്രം ആയിക്കഴിയുമ്പോഴാണ് ചേട്ടാ എന്താ സംഗതി, എന്ത് ചെയ്താൽ ഇത് നിർത്താൻ പറ്റും, ഇങ്ങനെയുള്ള ഡയറക്റ്റ് സംസാരം വരുന്നത് അവിടെയാണ്. ആ സംസാരം ഒരു കാലത്തും പുറത്ത് ആരും അറിയുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും മെസ്സേജ് പാസ് ചെയ്തോ എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് ഈ ജനറൽ സംസാരത്തിൽ നിന്ന് മാത്രമാണ് മഹാത്മാഗാന്ധിയാണ്, ബുദ്ധനാണ്, സമാധാനമാണെന്നൊക്കെ പറയുന്നത്. സെലൻസ്കി അത് മൈൻഡ് ചെയ്യുന്നില്ല. സെലൻസ്കി പറയുന്നത് ഒറ്റ മനുഷ്യനാണ് ഇതിൻ്റെ പുറകിൽ, അവനെ അവൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുക, ഷോ ഹിം ഹിസ് പ്ലേസ് ആൻഡ് ദിസ് വിൽ ബി ഓവർ. ഇപ്പോൾ പുടിൻ എന്ന വ്യക്തിയെ ഏത് വിധേനയും പൂട്ടുക, അതാണ് സെലൻസ്കിയുടെ ആവശ്യം. അപ്പോൾ അതിന് മോദിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
റഷ്യ വേറൊരു സോവറിൻ കൺട്രിയാണ്, വളരെ ശക്തരാണ്. അതിൻ്റെ പ്രസിഡൻറ്റിനെ തളയ്ക്കണം എന്നൊക്കെ മോദിയോട് പറഞ്ഞു കഴിഞ്ഞാൽ മോദി എന്ത് ചെയ്യാൻ? മാത്രമല്ല നമുക്കെന്ത് കാര്യം ഇതിലൊക്കെ? നമുക്ക് പരിക്ക് പറ്റാതെ നടക്കണം എന്നുള്ളതല്ലാതെ ഭൂലോകത്ത് സമാധാനം ഉണ്ടാക്കുന്ന ജോലിയൊന്നും നമ്മൾ ഏറ്റെടുക്കില്ല. പണ്ടൊക്കെ അതിലൊക്കെ പോയി തലവയ്ക്കുമായിരുന്നു, വെറുതെ നാണക്കേടാവുന്നതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. രണ്ടുപേരും നമ്മുടെ ശത്രുക്കളായിട്ട് കലാശിക്കുക അവസാനം. ഇപ്പം നമ്മൾ കറക്റ്റ് മെസ്സേജ് കൊടുത്തു, റഷ്യയുടെ കൂടെയാണ് നമ്മൾ, പക്ഷേ യുക്രൈനെ ഉപേക്ഷിച്ചിട്ടുമില്ല. ഇതാണ് നമ്മളെ സ്ഥിതി. അതുകൊണ്ട് യുക്രൈൻ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സാണ് യുക്രൈനും ഭാരതവും ഏറ്റവും അധികം ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ നടക്കുന്നത്. അത് അവിരാമം തുടരും, അതിന് വിഷമമൊന്നുമില്ല. റഷ്യയുമായിട്ടും ഞങ്ങളുടെ ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങളുടെ ഡിസ്പ്യൂട്ട് നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇതിൽ കവിഞ്ഞൊരു മെസ്സേജ് ഇന്ത്യ കൊടുക്കുന്നില്ല. ഉക്രൈൻ എല്ലാ സഹായവും ചെയ്യുമെന്ന് അമേരിക്കയുടെ ചില നേതൃത്വത്തിൽ നിന്ന് ചില സൂചനകൾ അവിടെ നിൽക്കുകയും ചെയ്തു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശനം നടത്തുന്നുണ്ട് റഷ്യ 24 മണിക്കൂർ യുദ്ധം നിർത്തിവെച്ചു, അല്ലെങ്കിൽ യാതൊരുവിധ ആക്രമണവും നടത്തില്ല എന്ന് പറഞ്ഞു ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ റഷ്യയും പ്രതീക്ഷിക്കുന്നു ഇന്ത്യ അവിടെ ചെന്ന് എന്തോ ഒരു കോംപ്രമൈസ് ചർച്ച നടത്തണമെന്ന്. അങ്ങനെയല്ലേ കരുതുക? അങ്ങനെയല്ല. റഷ്യ ആഗ്രഹിക്കുന്നത് ഒരു രാജ്യം കൂടെ, ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ ചൈന ഞങ്ങളുടെ കൂടെയുണ്ട്, വളരെ വലിയൊരു രാജ്യമായ ഇന്ത്യയും കൂടെ ഞങ്ങളോടൊപ്പം നിൽക്കണം. അതിനുവേണ്ടി ചില ഇളവുകളൊക്കെ ചെയ്യാൻ റഷ്യ തയ്യാറാണ്. ഓയിലിന് വില കുറച്ച് വയ്ക്കുക, റൂബിൾ ട്രേഡ് നടത്തുക, ഡോളർ വേണ്ടാന്ന് വയ്ക്കുക. ഇത് ഒരു സൗജന്യമാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും ഇത് വാസ്തവത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ്. ഡോളറിന് വിലയില്ലാതാക്കുക, അത് അമേരിക്കയ്ക്ക് സഹിക്കാവുന്നൊരു കാര്യമല്ല. അപ്പോൾ റഷ്യ ശ്രമിക്കുന്നത് നമ്മളെ പരിപൂർണമായിട്ട് അവരുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പോയി സെലൻസ്കിയെ കണ്ടതൊന്നും റഷ്യയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ട് കാണുന്നില്ല. പക്ഷേ സാരമില്ല, അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വഴക്കിൽ ഒരു കക്ഷിയല്ല എന്ന് എല്ലാവരെയും അറിയിക്കുക. അതാണ് മോദി സെലൻസ്കിയെ ചെന്ന് കാണാനുള്ള കാരണം. സെലൻസ്കിയെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുമുണ്ട് കേട്ടോ, ഇങ്ങോട്ട് വരാൻ ക്ഷണിച്ചിട്ടുമുണ്ട്. സെലൻസ്കി ചിലപ്പോൾ വരികയും ചെയ്യും. കാരണം യൂറോപ്പ് മൊത്തം, അമേരിക്ക അടക്കം യൂറോപ്പ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഉക്രൈൻ്റെ കൂടെ നിൽക്കണം, യൂറോപ്പിൻ്റെ കൂടെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ സുരക്ഷ ഇത് നമുക്ക് മിസ്സൈൽ എന്ത് ഓഫറും അവർ സമ്മതിക്കും. നമ്മൾ വളരെ ക്രൂഷ്യൽ സ്റ്റേറ്റാണ്. ഈ ജിയോഗ്രഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ് ഇന്ത്യ. അപ്പം അതുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ ഭാഗത്ത് നിൽക്കണമെന്ന് അവരും, റഷ്യയുടെ ഭാഗത്ത് നിൽക്കണമെന്ന് റഷ്യയും നിരന്തരം ആഗ്രഹിക്കുന്നു, സമ്മർദ്ദം ചെലുത്തുന്നു. അതാണ് നമ്മൾ കാണുന്ന കാഴ്ച. എന്തായാലും യുദ്ധം അവസാനിക്കട്ടെ എന്ന് നമുക്ക് പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്തിക്കൂടെ? ഉടനെയൊന്നും ആ യുദ്ധം അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള സാഹചര്യം കാണുന്നില്ല. കാരണം സെലൻസ്കിയുടെ സംഭാഷണത്തിൽ അത് വളരെ വ്യക്തമാണ്. അങ്ങേർക്ക് പുടിനോടുള്ള ശത്രുത വളരെ വ്യക്തമാണ്. അതിൽ സമാധാനത്തിന് യുക്രൈൻ തയ്യാറാണ് എന്ന് പോലും ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ വലിയൊരു രാജ്യമാണ്, നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, അത് വെച്ചിട്ട് പുടിൻ ഷുഡ് ബി ഷോൺ ഹിസ് പ്ലേസ്. ഇതാണ് ആ പ്രയോഗം. അവനെ നിലയ്ക്ക് നിർത്തുക, ഇതാണ്. അല്ലാതെ സമാധാനമാകാമെന്നും ഒരു ഫോർമൽ വാക്ക് പോലും പറയുന്നില്ല. കാത്തിരിക്കാം, നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.